നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം. ജംഗ്ഷനെ പാർക്കിംഗ് നിരോധന മേഖലയായി നിശ്ചയിക്കും. സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. മൈനാഗപ്പള്ളി ജംഗ്ഷന് തെക്ക് റെയിൽവേ ഗേറ്റിന് സമീപമാണ് വാൻ അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിലിലേക്ക് വാൻ ഇടിച്ചു കയറി. അഷ്ടമുടി കായൽ സംരക്ഷണം. മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. തെക്കും ഭാഗത്തും പടിഞ്ഞാറേ കല്ലടയിലും മെഗാ ക്ലീനിംഗ് ഡ്രൈവ്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ജംഗ്ഷനെ പാർക്കിംഗ് നിരോധന മേഖലയായി നിശ്ചയിക്കാനും തീരുമാനമായി. ബസ് സ്റ്റാൻഡിന്റെ മേൽനോട്ടവും തുടർപരിപാലനവും ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിനായതിനാൽ ബസ്സുകൾക്ക് സുഗമമായി സ്റ്റാൻഡിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള സൗകര്യം ഉറപ്പാക്കണമെന്നും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ജംഗ്ഷനെ പാർക്കിംഗ് നിരോധിത മേഖലയായി നിശ്ചയിക്കണം. ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചുകൂട്ടുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സമിതി ചുമതലപ്പെടുത്തി. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എംഎൽഎയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളുമടങ്ങുന്ന ഒരു സമിതിയെ ചുമതലപ്പെടുത്തി. താലൂക്ക് പരിധിയിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ നന്നാക്കാൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ വാർഡിൽ അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ തിരുവനന്തപുരം RCCയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തും. ശാസ്താംകോട്ടയിൽ അനുവദിച്ച രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി ലാബിനായി കെട്ടിടം ഏറ്റെടുത്ത് നൽകാനും തീരുമാനമായി. വികസനങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഇപ്പൊ തന്നെ ട്യൂട്ടോറിയൽ സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം ഗുണറാങ്കിന്റെ മേളിലോട്ട് വരുന്നത് ട്യൂഷൻ സെന്ററിലുണ്ട്, PSC സെന്ററിലുണ്ട്. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തെരുവുനാട ശല്യം. ഇവിടുന്ന് സ്റ്റാൻഡ് വരെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. വത്സലകുമാരി, വർഗീസ് തരകൻ, ഡോക്ടർ C. ഉണ്ണികൃഷ്ണൻ, R. ഗീത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അഷ്ടമുടി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെയും കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിച്ച് MCFലേക്ക് മാറ്റി. അഷ്ടമുടി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി ബന്ധപ്പെട്ടാണ് ചവറ സൗത്ത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അഷ്ടമുടി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെയും കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേന പ്രവർത്തകർ MCFലേക്ക് മാറ്റി. ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ, മത്സ്യത്തൊഴിലാളികൾ, കക്കാ തൊഴിലാളികൾ, യുവജന സംഘടനകൾ, കടത്ത് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. മെഗാ ക്ലീനിംഗ് ഡ്രൈവിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ജീവനം അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നുള്ള ഒരു തലവരേക്ക് ഓടിക്കുകയും പല പദ്ധതികളും ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. പല പടവുകളും അത് പൂർവ്വസ്ഥിതിയിലാക്കി മനോഹരമാക്കി ടൂറിസത്തിന്റെ കൂടെ ഒരു സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ചരകസേരകളൊക്കെ തന്നെ നിർമ്മിക്കുകയുണ്ടായി. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യകുലങ്ങളെല്ലാം തന്നെ ഒരു ജലം കേന്ദ്രീകരിച്ചുള്ള തണ്ണീർത്തട സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നാം സ്വയം ഏറ്റെടുക്കേണ്ടതാണ്. ഏതെങ്കിലും നിയമത്തിലൂടെയോ ഒന്നും ശാസിച്ച് ചെയ്യേണ്ട കാര്യമല്ല. ഇതെല്ലാം നാം സ്വയം ഏറ്റെടുക്കേണ്ട പ്രവൃത്തികളാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ബോധവൽക്കരണം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, പഞ്ചായത്ത് അംഗം പ്രദീപ് പുല്യാഴം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സജിമോൻ, അപർണ, സന്ധ്യമോൾ, ജനപ്രതിനിധികളായ ഉണ്ണികൃഷ്ണപിള്ള, ബേബി മഞ്ജു, സീതാലക്ഷ്മി, അനിൽകുമാർ, മീന, സ്മിത, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ T പദ്ധതി വിശദീകരിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഷ്ടമുടി കായലോട് ചേർന്ന പ്രദേശങ്ങളിൽ മാലിന്യം
ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു സ്ഥിരം പ്രക്രിയയായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഒഴുകി വരുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ കൈമാറുക എന്നുള്ളത് നമ്മുടെ ഒരു നിരന്തര പ്രക്രിയ, അതായത് നമ്മൾ ദൈനംദിന പ്രക്രിയ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കായലിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മളൊരു പരിപാടി നടത്തി. ആ ഡ്രൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കായലിൻ്റെ ഈ അഷ്ടമുടി കായലിൻ്റെ തനിമയിൽ അതിൻ്റെ മനോഹാരിത നിലനിർത്തുന്നുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആവാസ വ്യവസ്ഥ, അതായത് തെക്കുംഭാഗത്തിനെ സംബന്ധിച്ച് നമുക്ക് കൈമാറി തന്നിട്ടുള്ള അല്ലെങ്കിൽ തെക്കുംഭാഗത്തിൻ്റെ ജീവവായു എന്ന് പറയാൻ പറ്റുന്ന അഷ്ടമുടി കായൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നിരന്തരം അവരുടെ ദൈനംദിന ജോലി അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗം തരുന്ന ഈ കായലിനെ അതുപോലെ നിലനിർത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. മൈനാഗപ്പള്ളി ജംഗ്ഷന് തെക്ക് റെയിൽവേ ഗേറ്റിന് സമീപമാണ് വാൻ അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിലിലേക്ക് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. മൈനാഗപ്പള്ളി ജംഗ്ഷന് തെക്കുഭാഗത്ത് റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു അപകടം. സ്കൂൾ വാൻ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പോരുവഴിയിലെ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. 5 കുട്ടികൾ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാഹനം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഗൃഹനാഥൻ വീടിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. വള്ളികുന്നം വട്ടക്കാട് ദിലീപ് ഭവനത്തിൽ ധർമ്മജനാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വള്ളികുന്നം വട്ടക്കാട് ദിലീപ് ഭവനത്തിൽ 76-കാരനായ ധർമ്മജനാണ് വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഭാര്യയും ധർമ്മജനുമാണ് വീട്ടിൽ താമസിച്ചു വന്നത്. ഭാര്യ നന്ദിനി സന്ധ്യാനേരത്ത് നാമം ചൊല്ലാൻ പോയ സമയം ഇയാൾ മുറിയിൽ കയറി മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കായംകുളത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും വള്ളികുന്നം പോലീസും ചേർന്ന് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. അഷ്ടമുടി കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തിയത്. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. അഷ്ടമുടി കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു മെഗാ ക്ലീനിംഗ് ഡ്രൈവ്. 14-ാം വാർഡിലെ പട്ടക്കടവ് സെന്റ് ആൻഡ്രൂസ് ചർച്ചിന് സമീപം ശുചീകരിച്ചുകൊണ്ടായിരുന്നു ക്ലീനിംഗ് ഡ്രൈവിന് തുടക്കം കുറിച്ചത്. വൈസ് പ്രസിഡന്റ് എൽസുധ, സുനിതകുമാരി, ശീലകുമാരി, റെജില, പ്രീതി, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിങ്ങൾക്കെല്ലാം അറിയാം. അത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ജലം മലിനമാക്കുന്നതിന് എതിരെയുള്ള വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്യമാകെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി റാംസാൻ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ജലാശയങ്ങളിൽ ഒന്നാണ് അഷ്ടമുടി കായൽ, മറ്റൊന്ന് ശാസ്താംകോട്ട കായൽ, വേറൊന്ന് വേമ്പനാട് കായൽ. അപ്പോൾ അതിൽ അഷ്ടമുടി കായലിൻ്റെ നല്ലൊരു ഭാഗം കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞാൽ മറ്റ് ഏതാണ്ട് 11ഓളം പഞ്ചായത്തുകളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലൊരു പഞ്ചായത്താണ് പടിഞ്ഞാറേക്കല്ലട. നേരത്തെ ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ഈ ജലാശയം സംരക്ഷിക്കുന്നത് വഴി വെള്ളം മാത്രമല്ല, ഒരുപാട് ജൈവ സമ്പത്തുകൾ, മത്സ്യങ്ങളടക്കം സംരക്ഷിക്കപ്പെടുന്നു. ആ മത്സ്യങ്ങളെ പിടിച്ച് ഉപജീവനം നടത്തുന്ന ധാരാളം മത്സ്യത്തൊഴിലാളികൾ നമുക്കുണ്ട്. ഈ അഷ്ടമുടി കായൽ പോലെയുള്ള ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഉപജീവനവും നടക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CPI സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളുടെ നിലപാട് നിർണായകമാകും. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പഴയ ഇസ്മയിൽ പക്ഷത്തിന് സമ്പൂർണ്ണ ആധിപത്യം ലഭിച്ചതാണ് കാരണം. 85% സമ്മേളന പ്രതിനിധികളും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു, ജില്ലാ സെക്രട്ടറി PS സുബാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ ഇസ്മയിൽ പക്ഷത്തിനാണ് CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സമ്പൂർണ്ണ ആധിപത്യം. കഴിഞ്ഞ തവണ 40% പ്രതിനിധികൾ കാനം പക്ഷത്തിനുണ്ടായിരുന്നു. സംസ്ഥാനത്താകെയുള്ള സമ്മേളന പ്രതിനിധികളുടെ 7-1 കൊല്ലത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാനുള്ള മലപ്പുറം, തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട സമ്മേളനങ്ങളും നിലവിലെ CPI നേതൃത്വത്തിന് നിർണായകമാണ്. വിശേഷിച്ച് അംഗത്വത്തിൽ സംസ്ഥാനത്ത് 3ാമത് വരുന്ന തിരുവനന്തപുരം ജില്ല.
പാലക്കാട്, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം എന്നിവിടങ്ങളിൽ പഴയ കാനം പക്ഷത്തിന് സമ്മേളന പ്രതിനിധികളുടെ എണ്ണത്തിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. തൃശൂർ, കാസർഗോഡ് ജില്ലകളിലും ഈ വിഭാഗത്തിനാണ് മേൽക്കൈ. എന്നാൽ ഇവിടങ്ങളിൽ മറുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. കോഴിക്കോട്, വയനാട്, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ ഇസ്മയിൽ പക്ഷത്തിന് പൂർണ്ണ ആധിപത്യമാണ്. തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും കാനം വിരുദ്ധ ഗ്രൂപ്പിന് ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത. മലപ്പുറത്ത് കാനം പക്ഷത്തിനാകും ഭൂരിപക്ഷം. ഇതോടെ ഇരു വിഭാഗങ്ങൾക്കും 7 ജില്ലകൾ എന്ന നിലയുണ്ടാകും. സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ സംസ്ഥാന കൗൺസിലിലേക്കുള്ള പാനൽ തയ്യാറാക്കുമ്പോൾ ഇരുപക്ഷങ്ങളും സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ജില്ലകൾക്ക് ക്വാട്ട നിശ്ചയിച്ച് അതാതിടങ്ങളിലെ സമ്മേളന പ്രതിനിധികൾ ചേർന്നാണ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് ബിശ്വത്തിന് പകരം മറ്റൊരു പേര് പഴയ ഇസ്മയിൽ പക്ഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ചേലക്കോടിൽ റോഡ് നവീകരണ ഉദ്ഘാടനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. പത്തനാപുരത്ത് കല്ലങ്കടവ് മുതൽ ചെന്മാൻ പാലം വരെയുള്ള വൺ വേ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായും ടൗണിൽ പൂന്തോട്ടം ഉൾപ്പെടെ നഗര നവീകരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കവലയിൽ ക്ഷേത്രം ചേലക്കോട് ഫോറസ്റ്റ് ഓഫീസ് റോഡിന്റെ നവീകരണ ഉദ്ഘാടനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. ആശീർവാദ് വന്നു ലുലു വരുന്നതോടെ പ്രൗഢി വീണ്ടെടുക്കുമെന്നും പത്തനാപുരത്ത് കല്ലങ്കടവ് മുതൽ ചെന്മാൻ പാലം വരെയുള്ള വൺ വേ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു. ഏതാണ്ട് ഈ പ്രദേശം ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള ഈ ഒരു പ്രദേശം മുഴുവൻ നമ്മുടെ ടൗണുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡാണ് ഇവിടെ വരുന്നത്. ഇത് കഴിഞ്ഞ് കുണ്ടയത്ത് ഒരു റോഡ് ചെയ്യുന്നുണ്ട്. അവിടെയും കുറേ അധികം പ്രദേശങ്ങൾ കവർ ചെയ്യുന്ന ഒരു റോഡാണ് വരുന്നത്. അതുകൂടാതെ മഞ്ചള്ളൂർ ഭാഗത്ത് ഒരു റോഡ്, തുളസീനഗര വാർഡിൽ ഒരു റോഡ്, ഞാൻ താമസിക്കുന്ന വീടിനരികിലുള്ള റോഡ് ചെയ്യുന്നത്. 3 റോഡുകളാണ് ടൗണിലേക്ക് ഈ ടൗൺ പഞ്ചായത്ത്, നമ്മുടെ പത്തനാപുരം പഞ്ചായത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല നിലയിൽ നടക്കുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യം പത്തനാപുരം പഞ്ചായത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഷോപ്പിംഗ് മാളിൻ്റെ തുടക്കം വന്ന നിലയിൽ നമ്മൾ ആശീർവാദ് സിനിമയെ കൊണ്ടുവന്നു. ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് വരെയാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നതോടെ പത്തനാപുരം എന്ന് പറയുന്ന പണ്ടത്തെ വ്യവസായ തലസ്ഥാനം, ഈ പ്രദേശത്തെ ഈ മേഖലയിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്, കാർഷിക വിളവുകളുണ്ടായിരുന്ന കാലത്ത് ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്ന പത്തനാപുരം പിന്നീട് അതിൻ്റെ പ്രൗഢി നഷ്ടപ്പെടുകയും എല്ലാവരും അടൂരേക്കും പുല്ലൂരേക്കും മറ്റും പോവുകയും ചെയ്ത സമയത്ത് വീണ്ടും നമ്മൾ ആ പ്രൗഢി വീണ്ടെടുക്കുകയാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾക്ക് ദൂരത്ത് കൊട്ടാരക്കരയിൽ നിന്നായാലും ശരി, പുല്ലൂരിന്നായാലും ശരി, ആളുകൾ ഇവിടേക്ക് വരാൻ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വരുന്ന ഒരു സംസ്കാരം വികസിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ടൗണിൽ പൂന്തോട്ടം ഉൾപ്പെടെ നഗര നവീകരണം നടത്തും. റോഡുകളുടെ പുനർനിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കും. താലൂക്ക് ആശുപത്രി നിർമ്മാണം ദ്രുതഗതിയിലാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. തുളസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൽക്കീസ് ബീഗം, ഫാറൂഖ് മുഹമ്മദ്, പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈബില ഷാജഹാൻ, ചേലക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പത്തനാപുരം എന്നിവർ പങ്കെടുത്തു. ഈ റോഡ് അനുവദിച്ചു തന്നതും ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും വലിയ സന്തോഷം ഞങ്ങൾക്ക് നൽകുന്നതാണ്. കാരണം ഈ റോഡ്, പ്രത്യേകിച്ച് YMC റോഡിനെ സംബന്ധിച്ച് വലിയ റോഡ് വലിയ നിലയിൽ തകർന്ന് ദരിദ്രമായി കിടക്കുകയാണ്. അപ്പോൾ പല നിലയിലും ബഹുമാനപ്പെട്ട പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റിനോട് നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതിയിലും ഔദ്യോഗികമായും അല്ലാതെ വ്യക്തിപരമായി ഞങ്ങൾ അയൽവക്കക്കാരാണ്, അങ്ങനെ വ്യക്തിപരമായും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് YMC റോഡും കൂടി ഉൾപ്പെടുത്തി ഇത്രയും നല്ല നിലയിൽ ഇത്രയും വലിയ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. പഞ്ചായത്തിലെ മറ്റ് 2 റോഡുകളുടെ പുനരുദ്ധാരണ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാട്ടാനശല്യം രൂക്ഷമായ കിഴക്കൻ മേഖലയിൽ ഫലപ്രദമായ രീതിയിൽ ട്രെഞ്ചുകൾ നിർമ്മിക്കാത്തത് വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണമാകുന്നെന്ന് പരാതി. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ തെന്മല ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ചെറുകടവിലും മറ്റും നിർമ്മിച്ചിരിക്കുന്ന ട്രെഞ്ചുകളാണ് ഫലപ്രദമാകാതെ പോകുന്നത്. കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപകമായ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കർഷകന് ജീവിക്കാനാവാത്ത സാഹചര്യം. ആനയുടെയും കാട്ടുപന്നികളുടെയും പുലി, കടുവ, അതുപോലെ തന്നെയുള്ള വന്യജീവികളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് സോളാർ ഫെൻസിങ് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്.
കാട്ടാനകളെ തുരത്തി ജനവാസ മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്യമൃഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന പ്രദേശങ്ങളിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രെഞ്ചുകൾ മഴക്കാലമാകുമ്പോൾ ചെളിയും മണ്ണും നിറഞ്ഞ് നികരുകയും ഇതുവഴി ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നതും പതിവായിരിക്കുകയാണ്. ട്രെഞ്ചുകൾ നിർമ്മിക്കുമ്പോൾ അതിനുള്ളിലെ കരിമ്പാറകൾ നീക്കം ചെയ്യാൻ നിർമ്മാണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഫലപ്രദമായ രീതിയിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെയും പ്രദേശത്തെ കുടുംബങ്ങളെയും സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സോളാർ ഫെൻസിങ് പരിഹാരമല്ലെന്ന് കണ്ടുകൊണ്ട് ഗവൺമെന്റ് ട്രെഞ്ചുകൾ നിർമ്മിച്ചു നൽകി. ട്രെഞ്ചുകൾ പലയിടങ്ങളിലും ട്രെഞ്ചുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും ട്രെഞ്ചുകളെല്ലാം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ട്രെഞ്ചുകളിൽ ചില പോരായ്മകളുണ്ട്. ട്രെഞ്ച് മാത്രമേ ഒരുപക്ഷെ ഈ കാട്ടാനയിൽ നിന്നും ജനങ്ങളെയും ജനവാസ മേഖലയെയും സംരക്ഷിക്കാൻ കഴിയൂ എന്നാകിലും ഈ ട്രെഞ്ചിലും ചില പോരായ്മകളുണ്ട്. അതായത് ഈ ട്രെഞ്ച് എടുക്കുന്ന ഭാഗത്ത് വലിയ കരിമ്പാറകൾ ഇരിപ്പുണ്ട്. ഈ പാറകൾ പൊട്ടിക്കുവാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, നല്ല മഴക്കാലമായതിനാൽ കുത്തൊലിപ്പ് ഉണ്ടായി ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി വരുന്ന മണ്ണ് വന്ന് ട്രെഞ്ച് നികരുകയാണ്. ഈ നികരുന്ന പ്രദേശത്തു കൂടി നിർവാദം ആനയ്ക്ക് കയറാനും ഇറങ്ങാനും കഴിയുന്നുണ്ട്. അത് ഒന്ന് പരിഹരിക്കുന്നതിനു കൂടി അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ജനവാസ മേഖലയെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് അധികൃതർ ചെയ്യുന്നത്. വന്യമൃഗങ്ങൾ കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ. കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. തോടുകൾ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ട്രെഞ്ചുകൾക്ക് പകരം റെയിൽ ഫെൻസിംഗ്, സോളാർ ഫെൻസിംഗ് നൽകിക്കൊണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് ജനവാസ മേഖലയെ സംരക്ഷിക്കണമെന്ന് പത്തനാപുരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ ആവശ്യപ്പെട്ടു. കർഷകരുടെ കാർഷിക വിളകൾ നിരവധിയായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ട്രെഞ്ച് എന്ന പരിഹാര മാർഗം കൂടുതൽ പ്രയോജനപ്രദമാം വിധത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ നാടിനെയും അവിടുത്തെ നാട്ടുകാരെയും കർഷകരെയും ജനവാസ മേഖലയെ ആകെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. എന്തും ഏത് സമയത്തും സംഭവിക്കാവുന്ന തരത്തിലൂടെയാണ് ഇപ്പോൾ ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ട്രെഞ്ച് തന്നെ നൽകിക്കൊണ്ട് ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ട്രെഞ്ച് തന്നെ കടന്നു പോകുന്ന വഴിയിലുള്ള ചില തോടുകളുണ്ട്. ഈ തോടുകളിൽ ട്രെഞ്ച് ഒരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളത് കൊണ്ട് ആ പ്രദേശങ്ങളിലൂടെ ആനയ്ക്ക് കയറാനും ഇറങ്ങാനുമുള്ള സാഹചര്യം കൂടിയുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടി അവിടെ റെയിൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ അവിടെ സോളാർ ഫെൻസിങ്ങിന്റെ ഹാങ്ങിങ് ഫെൻസിങ്ങോ നൽകി അത് ആ പ്രദേശത്തെ കൂടി അടച്ച് ആനയിൽ നിന്ന് ജനവാസ മേഖലയെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് ചെറുകടവ് വാർഡിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്ത് ചെറുകടവ് വാർഡിന്റെ നേതൃത്വത്തിലാണ് ചാലിയക്കരയിൽ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. അഞ്ചൽ അൽഹിബ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പുതുതലമുറ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കാഴ്ചയില്ലാത്തവന് മാത്രമേ കണ്ണിന്റെ വിലയറിയാൻ സാധിക്കുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ചാലിയക്കരയിൽ വെച്ചുള്ള കണ്ണു പരിശോധന ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. അൽഹിബ കണ്ണാശുപത്രി തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ വിവിധ ബ്രാഞ്ചുകളായി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ണാശുപത്രിയാണ്. ആ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ബഹുമാനായ ചെറുകടവ് വാർഡ് മെമ്പർ C ചെല്ലപ്പണ്ണന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണ് പരിശോധനാ ക്യാമ്പ് എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ വിലയും കാഴ്ചയുടെ വിലയും അറിയണമെങ്കിൽ കണ്ണിനൊരു മങ്ങലോ അല്ലെങ്കിൽ കണ്ണിനൊരു കാഴ്ചക്കുറവോ അനുഭവപ്പെടും. കണ്ണില്ലാത്തവർക്കേ കണ്ണിൻ്റെ ഗുണം അറിയൂ എന്ന് പറയുന്നത് പോലെ കണ്ണിനെ പരിപാലിക്കാൻ പുതിയ സമൂഹം കൂടുതലായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം കണ്ണില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. അത് കാഴ്ചയില്ലാത്തവർക്ക് മാത്രമേ കണ്ണിൻ്റെ ഗുണം അറിയൂ എന്നുള്ളതാണ്. അത്തരത്തിൽ കണ്ണിനെ പരിപാലിക്കാൻ വേണ്ടി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും അവർക്ക് കാഴ്ചയിൽ ഉള്ള അപാകതകൾ പരിഹരിക്കുന്നതിനും വേണ്ടി ഇത്തരം ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ബഹുമാനായ ചെല്ലപ്പണ്ണനെയും അൽഹിബ കണ്ണാശുപത്രിയെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ക്യാമ്പുകൾ നമ്മുടെ മേഖലകളിലൊക്കെ സംഘടിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് കാഴ്ചയിലുള്ള പോരായ്മകൾ പരിഹരിക്കാനും അവർക്ക് കൂടുതൽ ആരോഗ്യം കണ്ണിന് പ്രദാനം ചെയ്യുവാനും ഒക്കെ ഉള്ള അറിവ് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ചെറുകടവ് വാർഡംഗം സി ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡി പ്രിൻസ്, ആതിര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്ക് KSFയുടെ സ്നേഹസമ്മാനം. മാരുതി സുസുക്കി ബ്രസ കാറാണ് വെളമാനൂർ സ്നേഹാശ്രമത്തിലെ കുടുംബാംഗങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾക്കായി KSF നൽകിയത്. ഗാന്ധിഭവൻ ഡയറക്ടർ പത്മാലയം R രാധാകൃഷ്ണന് താക്കോൽ കൈമാറി. പത്തനാപുരം ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിലെ അഗതികൾക്ക് സാന്ത്വനമായി KSFയുടെ സ്നേഹസമ്മാനം. മാരുതി സുസുക്കി ബ്രസ കാറാണ് വേളമാനൂർ സ്നേഹാശ്രമത്തിലെ കുടുംബാംഗങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾക്കായി KSF നൽകിയത്. മന്ത്രി KN ബാലഗോപാലിന്റെ കൊട്ടാരക്കര ഓഫീസിൽ നടന്ന ചടങ്ങിൽ സ്നേഹാശ്രമം ഡയറക്ടർ പത്മാലയം R രാധാകൃഷ്ണന് മന്ത്രി താക്കോൽ കൈമാറി. ചെറിയ രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെല്ലാം അറിയപ്പെടുന്ന, ദേശീയ തലത്തിൽ തന്നെ പലതരത്തിലും പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പത്തനാപുരത്ത് ഇത് തുടങ്ങിയ കാലം മുതൽ, അതിനു മുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ സോമരാജൻ. അദ്ദേഹത്തിൻ്റെ കുടുംബം, പത്തനാപുരത്ത് അദ്ദേഹത്തിനോട് സഹകരിക്കുന്ന വലിയൊരു ടീമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചിപ്പോൾ ഏത് സ്ഥലത്തും ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1400ഓളം പേര് അവിടെ താമസിക്കുന്ന അവരുടെ സെൻറ്ററുകൾ മറ്റു പല സ്ഥലത്തുണ്ട്. ഇപ്പോൾ വേളമാനൂർ സെൻറ്ററിൻ്റെയാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അതിന് വലിയ തോതിൽ നിർലോഭമായ പിന്തുണയും സഹകരണവും എല്ലാ സ്ഥലത്തുനിന്നും കിട്ടുന്നുമുണ്ട്. ഇത് അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള ചില സ്ഥാപനങ്ങളുടെ ഒരു സഹായം കൂടെ കിട്ടിയതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന വീൽ ചെയറുകളും മറ്റു ഉപകരണങ്ങളും. KSF കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ധനകാര്യ സ്ഥാപനമാണ്. എപ്പോഴും KSF ഈ ഗാന്ധിഭവനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. KSF മാത്രമല്ല, കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം നമ്മുടെ ഈ ഗാന്ധിഭവൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കുന്നുണ്ട്. KSF ഈ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഏറ്റവും വിജയകരമായ പ്രവർത്തനം വഴിയാണ്. ധനകാര്യ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന 3-4 സ്ഥാപനങ്ങൾ ധനകാര്യ വകുപ്പിനുണ്ട്. 1500-ലധികം അഗതികൾ താമസിക്കുന്ന പത്തനാപുരം ഗാന്ധിഭവന്റെ കീഴിൽ 20 ശാഖകളാണ് പ്രവർത്തിക്കുന്നത്. സ്നേഹാശ്രമത്തിലെ താമസക്കാരുടെ ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റുമായാണ് KSFയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് വാഹനം ഗാന്ധിഭവന് നൽകിയത്. KSF ചെയർമാൻ K വരദരാജൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഏതാണ്ട് മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം പോകുന്ന പരിപാടികളെല്ലാം ഗാന്ധിഭവനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രത്യേക താല്പര്യം ഗാന്ധിഭവനോട് കാണിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ഞങ്ങളിപ്പോൾ പല ഘട്ടങ്ങളിൽ ഗാന്ധിഭവനിൽ ഞാൻ ധനകാര്യമന്ത്രിയോടൊപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്താവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്ന നിലപാടാണ് ധനകാര്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഗാന്ധിഭവന് ഞങ്ങളിപ്പോൾ ഒരു ചെറിയ വാഹനം കൊടുക്കുന്നത്. ഈ ആശുപത്രിയിലും മറ്റും അന്തേവാസികളെ കൊണ്ടുവരുന്നതിന് സൗകര്യമില്ല. ഒന്നാമത്തെ കാര്യം, അത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലാണ് ഈ സ്ഥാപനം. അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് ഈ രാത്രി കാലങ്ങളിലും മറ്റും ആശുപത്രികളിലേക്കൊക്കെ കൊണ്ടുവരാനും ഒക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ മുഖ്യ സന്ദേശം നൽകി. വാഹനം കൂടി രോഗികൾക്ക് വേണ്ടി നൽകിയത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അത് നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സാറ് ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ വാഹനം പ്രയാസപ്പെടുന്ന നാട്ടുകാർക്ക് വേണ്ടിയും അത് പ്രയോജനപ്പെടുത്തുന്നതാണ്. ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ, മാനേജിംഗ് ഡയറക്ടർ B ശശികുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മോഹനൻ, അസിസ്റ്റന്റ് സെക്രട്ടറി G ഭുവനചന്ദ്രൻ, ഗാന്ധിഭവൻ സ്നേഹാശ്രമം വികസന സമിതി സെക്രട്ടറി PM രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം. ജംഗ്ഷനെ പാർക്കിംഗ് നിരോധന മേഖലയായി നിശ്ചയിക്കും. സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. മൈനാഗപ്പള്ളി ജംഗ്ഷന് തെക്ക് റെയിൽവേ ഗേറ്റിന് സമീപമാണ് വാൻ അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിലിലേക്ക് വാൻ ഇടിച്ചു കയറി.
അഷ്ടമുടി കായൽ സംരക്ഷണം മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. തെക്കുംഭാഗത്തും പടിഞ്ഞാറേ കല്ലടയിലും മെഗാ ക്ലീനിംഗ് ഡ്രൈവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.